എക്സ്പോ യൂസ് ചെയ്യുന്നതിനോട് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രൊജക്റ്റ് എത്രയും സിമ്പിളായി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എക്സ്പോ നേറ്റീവ് ഡെവലപ്പേഴ്സിന്റെ ബ്രഹ്മാസ്ത്രമായി മാറിയിരിക്കുന്ന ഈ ഫ്രെയിംവർക്ക് ഹാസ് ടേക്കൻ ദ ഡെവ് സീൻ ബൈ സ്റ്റോം. ഇറ്റ്സ് ലൈക്ക് നേറ്റീവ് ഓൺ സ്റ്റെറോയിഡ്സ്. കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് അറിയാനായി ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം അവർ ഓൺ മൊബൈൽ ഡെവലപ്പർ റമീസ് ജഹാൻ. ഹായ്, ഹൗ ആർ യു? എക്സ്പോ ബേസിക്കലി റിയാക്ട് നേറ്റീവ് ഫ്രെയിംവർക്കാണ്. ഇറ്റ് മേക്സ് ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് iOS ഡെവലപ്മെൻറ്റ് മേക്സ് സിമ്പിൾ. എക്സ്പോ യൂസ് ചെയ്യുന്നതിനോട് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രൊജക്റ്റ് എത്രയും സിമ്പിളായി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അത് മാനേജ് ചെയ്യാൻ. ഇപ്പോൾ എക്സ്പോ സപ്പോർട്ടഡ് ആയിട്ടുള്ള പാക്കേജസ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പോ തന്നെ മാനേജ് ചെയ്തു. അതിൻ്റെതായ പ്ലഗിൻസും കാര്യങ്ങളൊക്കെ കോൺഫിഗർ ചെയ്താൽ നേറ്റീവ് കോഡിൽ നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഞാൻ പല പ്രൊജക്ട്സിലും നേറ്റീവ് കോഡ്സ് സ്കിപ്പ് ചെയ്യാറാണ്. ബിൽഡ് ചെയ്യുമ്പോൾ എക്സ്പോ തന്നെ ബിൽഡ് ചെയ്യും. ES ബിൽഡ് യൂസ് ചെയ്താണ്. എക്സ്പോയിൽ എക്സ്പോ റൗട്ടർ എന്നൊരു ഫീച്ചർ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഫയൽ ബേസ്ഡ് റൗട്ടിംഗ് ആണ്. അത് ഡീപ്പ് ലിങ്കും എല്ലാം ഇനീഷ്യലി സെറ്റപ്പ് കോൺഫിഗർ ചെയ്ത് വരുന്ന ഒരു പാക്കേജാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എക്സ്പോ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. പിന്നെ എക്സ്പോയിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് വേണമെങ്കിൽ ഒരു വെബ് മൊബൈൽ ഫസ്റ്റ് ഡെവലപ്മെൻ്റ് ആയിട്ട് ഒരു വെബ് Next.js ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പോൻ്റെ തന്നെ റിയാക്ട് നേറ്റീവ് വെബ് എന്ന് പറഞ്ഞ പാക്കേജ് യൂസ് ചെയ്തിട്ടുള്ള വെബ് പാക്കേജ് വഴി നമുക്ക് വെബ് ആപ്ലിക്കേഷനും ഈ ഒരു ഒറ്റ കോഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതും ഒന്നുകൂടി എക്സ്പോ യൂസ് ചെയ്ത് ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് വരുന്നതാണ്. എന്തായാലും റിയാക്ട് നേറ്റീവ് പഠിച്ചിരിക്കണം. കാരണം എക്സ്പോ എന്ന് പറഞ്ഞാൽ റിയാക്ട് നേറ്റീവിൻ്റെ ഒരു ഫ്രെയിംവർക്കാണ്. സോ റിയാക്ട് നേറ്റീവ് എന്തായാലും ബേസിക്സ് ആയിട്ടുള്ള കോമ്പണൻസ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. എന്നിട്ട് എക്സ്പോ തന്നെ അവരുടെ ഡോക്യുമെൻറ്റേഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് തരുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഡോക്യുമെൻറ്റേഷൻ നോക്കി പഠിക്കാം. അവരുടെ തന്നെ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ അവർ അപ്ഡേറ്റഡ് ആണ്.